ലാറ്റിൻ കമ്പനി എറണാകുളത്തെ ഇൻഫോ പാർക്കിന് സമീപമുള്ള നിറ്റാജാറ്റിൻ കമ്പനിയിലെ പൊട്ടിത്തെറി അതായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്ന്. അതിന്റെ തുടർച്ച എന്താണ് ഇന്ന്? നീറ്റ ജലാറ്റിൻ കമ്പനി ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് ഇന്നലെ ഇറക്കിയിരുന്നു. അതായത് ഇന്നലെ 8 മണിയോട് അടുപ്പിച്ചാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. ഉപയോഗശൂന്യമായ കന്നാസുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ സമയത്ത് അതുവഴി സഞ്ചരിച്ച ഒരാൾക്ക്, ആ കന്നാസുകൾക്ക് അടുത്തൂടെ സഞ്ചരിച്ച ഒരാൾക്ക് ജീവഹാനി സംഭവിക്കുകയും 4 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കമ്പനിയിൽ പൊട്ടിത്തെറിക്ക് കാരണമായ യാതൊരുവിധ രാസവസ്തുക്കളും ഉപയോഗിക്കാത്തതിനാൽ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ സ്ഫോടനത്തിന്റെ കാരണങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കമ്പനിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നലെ 4 പേർക്ക്, ഈ പൊട്ടിത്തെറിയിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തു. പഞ്ചാബ് സ്വദേശി രാജൻ ഒറാങ് എന്ന 30-കാരനാണ് ഇന്നലെ മരിച്ചത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ തെളിവെടുപ്പുകളും മറ്റും അവിടെ വന്ന് ഫോറൻസിക് അടക്കമുള്ള തെളിവെടുപ്പുകളും മറ്റും നടന്നിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള ഒരു അന്വേഷണം ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ മരിച്ച ആളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, അത് മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നീറ്റ ജലാറ്റിൻ കമ്പനിയിൽ ഉള്ള പൊട്ടിത്തെറിയെ സംബന്ധിച്ചിടത്തുള്ള കൂടുതൽ അന്വേഷണവും ഇന്നുണ്ടാകും. MS